ഇംഫാൽ ദിമാപൂർ ദേശീയപാതയിലുണ്ടായ പ്രതിഷേധത്തിനിടെ ഒരാൾ മരിച്ചു. മേഖലയിൽ വാഹനഗതാഗതം പുനഃസ്ഥാപിച്ചതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. സംഘർഷങ്ങളെ തുടർന്ന് 2023 മെയ് മുതൽ ദേശീയപാത 37, NH 24 എന്നിവയുടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ മാസം 1-ന് ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന തീരുമാനം കൈക്കൊണ്ടത്. പഞ്ചാബിലെ ലുധിയാനയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഫാക്ടറിയുടെ മേൽക്കൂര തകർന്ന് തൊഴിലാളി മരിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. ഒരാളെ കാണാതായി. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 2 ടീമുകൾ, പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ആരോഗ്യവകുപ്പ് സംഘങ്ങളും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ ജയിലുകൾക്കുള്ളിൽ ക്രിമിനൽ ഗൂഢാലോചന, മയക്കുമരുന്ന് കടത്ത് എന്നീ കുറ്റങ്ങൾ ചുമത്തി 2 മുതിർന്ന ജയിൽ ഉദ്യോഗസ്ഥരെയും മറ്റ് 4 ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്തു. ഹോഷിയാർപൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട്, മറ്റ് 4 ഉദ്യോഗസ്ഥർ, അമൃതസർ ജയിലിലെ ഒരു വാർഡൻ എന്നിവർ അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. 2 ജയിലുകളിലെയും തടവുകാർക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നതിൽ ഇവർ പങ്കാളികളാണെന്ന് കണ്ടെത്തി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിന് ഗിഗ് തൊഴിലാളികൾ ഇ-ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് തൊഴിൽ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. രാജ്യത്തെ 31,000-ലധികം പൊതു സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയ്ക്കായുള്ള ഈ പദ്ധതി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ഉറപ്പു നൽകുന്നു. കഴിഞ്ഞ ബജറ്റിലാണ് ഓൺലൈൻ തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ, തിരിച്ചറിയൽ കാർഡ്, ആരോഗ്യ പരിരക്ഷ എന്നിവയ്ക്കുള്ള വ്യവസ്ഥകൾ ഇ-ശ്രം പോർട്ടലിൽ ഉൾപ്പെടുത്തിയത്.